എന്നും സ്നേഹത്തിനായി കൊതിച്ച ഈ നേത്രങ്ങൾ, ഒരൽപ്പം അഭിനന്ദനം ആഗ്രഹിച്ചു പോയ കരങ്ങൾ, പിന്നെ ഈ നെഞ്ച് കവചമില്ലാതെ പോലും അഭേദ്യമായി നിലനിന്നു. ഇന്ന് നിന്നോടൊപ്പം ഇവയെല്ലാം നിലച്ചിരിക്കുന്നു കർണ. എന്നാൽ നിന്റെ പരാക്രമവും ശൗര്യവും ആകാശത്തിലെ സൂര്യനെ പോലെ എക്കാലവും പ്രകാശിച്ചു നിൽക്കും. തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കൊരിക്കലും ലഭിച്ചിട്ടില്ലല്ലോ ഇന്ദ്രദേവ. പുത്രനായ അർജുനന് വേണ്ടി ബ്രാഹ്മണ വേഷത്തിലെത്തി അങ്ങ് എന്റെ കവചകുണ്ടലങ്ങൾ ചതിയിലൂടെ സ്വന്തമാക്കിയില്ലേ? അത് ശരി, ഇപ്പോൾ തെറ്റുകാരൻ ഞാനായി. നിന്റെ മാതാവിനോടുള്ള ദേഷ്യം നീ എന്നോട് തീർക്കരുത് കർണ. എന്നെ ഇവിടെ കാണാനെത്തിയ ഭവതി ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊമ്പിയാണ്, നിന്റെ സ്വന്തം മാതാവ്. എന്റെ അനുഗ്രഹത്താൽ നിനക്കൊരു പുത്രനെ ലഭിച്ചിരിക്കും. ഞാൻ പറക്കമുറ്റാത്ത ശിശുവെ ഭവതിയുടെ മുറിയിൽ കിടന്നിട്ടു എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ? നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ആരോരുമില്ലാത്ത കുഞ്ഞിന്റെ രോദനം? എനിക്കും അർജുനനെ പോലെ അങ്ങയിൽ നിന്ന് ബ്രഹ്മാസ്ത്രജ്ഞാനം നേടാൻ അതിയായ ആഗ്രഹമുണ്ട് ആചാര്യ. ബ്രഹ്മാസ്ത്രമോ? ബ്രഹ്മാസ്ത്രത്തെ കുറിച്ചുള്ള ജ്ഞാനം ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ മാത്രമേ പകർന്നു കൊടുക്കാനാവൂ. നീ ഇതിൽ ആരാണ് കർണ? സൂതപുത്രൻ. നിന്റെ പിതാവിന്റെ പേര് പറയൂ. അനാഥനെന്ന വിളിയിൽ തീക്ഷ്ണമായ പരിഹാസങ്ങളും ഇത് കേട്ടാണ് ഞാൻ വളർന്നത്. ലോകം എന്നെ സൂതപുത്രൻ സൂതപുത്രൻ എന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും നിങ്ങൾ അതൊന്നും കേട്ടില്ല. എന്നിട്ട് എന്റെ മാതാവാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. വെറും കൈയോടെ പോകേണ്ടി വരില്ലെന്നും ഞാനിതാ നിങ്ങൾക്ക് വാക്ക് തരും. ചോദിച്ചോളൂ, എന്താണ് വേണ്ടത്? എന്റെ 6 പുത്രന്മാർ. ഈ യുദ്ധത്തിൽ ഒരു പുത്രനെയും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5 പുത്രന്മാരെ സ്വന്തമായുണ്ട്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ യുദ്ധം അവസാനിച്ചാലും നിങ്ങളുടെ 5 പുത്രന്മാരും ജീവനോടെ അവശേഷിക്കും. നിങ്ങളുടെ സഹോദരനായിരുന്നു, അവൻ നിന്റെ ജ്യേഷ്ഠനായിരുന്നു യുധിഷ്ഠിര. കർണൻ എന്റെ മൂത്ത പുത്രനായിരുന്നു, എന്റെ മൂത്ത പുത്രൻ. എന്റെ സ്വന്തം സഹോദരനെ തന്നെ വധിച്ചു കളഞ്ഞല്ലോ. സമയത്ത് പോലും എന്റെ ജ്യേഷ്ഠന് നൽകിയില്ലല്ലോ. ഗുരു പരശുരാമന്റെ ശാപം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഉപകാരപ്പെടാതെ പോകട്ടെ. ഈ ജ്ഞാനം നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ നീ ഇതെല്ലാം മറക്കട്ടെ. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ശാപം.